ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം തൃതീയോധ്യായം. ഇതിൻ്റെ സംഗ്രഹം. ഇതിൽ നാഭിചരിത്രവും ഋഷഭാവതാരവും പറയുന്നു. ആദ്യം ശ്രീശുകൻ പറയുന്നു, മേരുദേവിയിൽ സന്താനമുണ്ടായകായികയാൽ ആ മേരുദേവി സമേതനായിട്ട് നാഭി അപത്യാർത്ഥം യജ്ഞമൂർത്തിയായിരിക്കുന്ന മഹാവിഷ്ണുവിനെ യജിച്ചു. ആ ദ്രവ്യദേശ കാലാദികളായിരിക്കുന്ന 7 കാര്യങ്ങളോടെ എത്ര തന്നെ ശ്രദ്ധയോടെ യജിച്ചാലും ഭഗവാൻ പ്രത്യക്ഷമാകാൻ സാധ്യതയില്ല. എന്നിരിക്കലും ഭക്തവാത്സല്യം ഹേതുവായിട്ട് ആ നാഭിയുടെ യജ്ഞത്തിലെ പ്രവർഗ്യം എന്ന കർമ്മം നടന്നുകൊണ്ടിരിക്കെ മഹാവിഷ്ണു തൻ്റെ അതിമനോഹരമായ രൂപത്തിൽ ആ ഭക്താനുഗ്രഹാർത്ഥം ദർശനം നൽകി. സർവാലങ്കാര വിഭൂഷിതനായിരിക്കുന്ന ആ ഭഗവാന്റെ ദിവ്യ കോമള രൂപം കണ്ട ഋത്തിക്കുകളും സദസ്യരും എല്ലാവരും ദരിദ്രന് നിധി കിട്ടിയാലുണ്ടാവുന്നത്ര സന്തോഷത്തോടെ ആ ഭഗവാനെ നമ്രശിരസ്കരായിട്ട് സ്തുതിച്ചു. പൂജ്യരിൽ വെച്ച് പൂജ്യനായ അങ്ങയ്ക്ക് നമസ്കാരം എന്ന് പറയുവാൻ മാത്രമേ ഞങ്ങൾക്ക് ഉപദേശം ഉള്ളൂ. പ്രകൃതി പുരുഷന്മാർക്ക് ഉപരിയായിരിക്കുന്ന സാക്ഷാൽ ഈശ്വരനായ അങ്ങയുടെ നാമരൂപാദികളെ വർണ്ണിച്ച് സ്തുതിപ്പാൻ ഞങ്ങൾ പ്രാപ്തരല്ല. ജനസമൂഹത്തിൻ്റെ പാപനിർമ്മാർജ്ജനത്തിന് ഉതകുന്ന ചില സ്തുതികൾ ചെയ്യുക എന്നതിൽ കവിഞ്ഞ് ഒന്നും നമുക്ക് സാധ്യമല്ല. ഭക്തിയാൽ ഇടറിയ സ്വരം കൊണ്ട് ചെയ്യുന്ന ആ സ്തുതി ജലം, തളിരില, തുളസി, കറുകതാമ്പ് എന്നിവയാലുള്ള പൂജയാൽ പോലും പ്രസാദിക്കുന്നവനാണ് അങ്ങ്. അനേകം ദ്രവ്യസാമഗ്രികളോടുകൂടിയ യജ്ഞം പോലും അവിടുത്തെ തൃപ്തിക്ക് ഉചിതമെന്ന് കരുതുന്നില്ല. അങ്ങ് അർത്ഥികൾക്ക് ഏത് പുരുഷാർത്ഥവും പ്രദാനം ചെയ്യുന്നവനാണ്. അപ്രകാരമുള്ള പുരുഷാർത്ഥ സ്വരൂപിയായിരിക്കുന്ന അങ്ങയുടെ അനുഗ്രഹത്തെ കാക്ഷിക്കുന്ന അടിയങ്ങൾ നടത്തുന്ന ഇത്തരം യജ്ഞാദികൾ ഒരാരാധന എന്നതിൽ കവിഞ്ഞ് പൂർണ്ണമായും അങ്ങ് അർഹിക്കുന്ന സമർപ്പണമായിട്ട് ഭവിക്കുകയില്ല. മനുഷ്യ സാധ്യമായത് ഇത്രയേ ഉള്ളൂ. ബ്രഹ്മത്തിൽ അതൊന്നും പര്യാപ്തമല്ല എന്നും അതെങ്ങനെയാവാം എന്ന അറിവ് പോലും പ്രപഞ്ചത്തിൽ ലഭ്യമല്ലെന്നും ഇവിടെ ഭാവം. ഞങ്ങൾക്ക് അങ്ങയുടെ മഹിമ എന്തെന്നറിയില്ല, മോക്ഷം എന്നാൽ എന്തെന്നറിയില്ല, ഭഗവാനെ ആരാധിക്കാനും അറിയില്ല. അത്തരം മൂഢരായ അടിയങ്ങളുടെ ആ ഭക്തിപാരവശത്തിൽ സന്തുഷ്ടനായ അങ്ങുന്ന് അടിയങ്ങളുടെ വാഞ്ചിതത്തെ സ്വയമേവ അറിഞ്ഞ് അനുഗ്രഹിപ്പാനായി ഇവിടെ എഴുന്നള്ളിയിരിക്കുകയാണ്. അങ്ങയുടെ ആ ഭക്തിവാത്സല്യം വർണ്ണനാതീതം തന്നെയാണെന്ന് സാരം. അല്ലയോ പൂജ്യരിൽ ശ്രേഷ്ഠനായവനെ, വരദാതാക്കന്മാരിൽ ഉത്തമനായ അങ്ങ് രാജർഷിവര്യനായ നാഭിയുടെ യജ്ഞശാലയിൽ ഭക്തന്മാർക്ക് ഇന്ദ്രിയഗോചരനായിട്ട് പ്രത്യക്ഷപ്പെട്ടത് തന്നെ ഉത്തമമായ ഒരു വരമാണ്. ജ്ഞാനം കൊണ്ട് ഭൗതികാസക്തിയെ നശിപ്പിച്ച യോഗീശ്വരന്മാർ അങ്ങയുടെ ഗുണഗണങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയുടെ ദിവ്യലീലകളെ പുകഴ്ത്തുന്നത് തന്നെ പരമശ്രേയസ്സിന് ഉത്തമമാർഗം എന്നർത്ഥം. എന്തുതന്നെ കഷ്ടപ്പാട് വന്നാലും വിശിഷ്യ മരണസമയത്തും ഭഗവൻ നാമങ്ങൾ ഉച്ചരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടാതിരിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാജർഷിവര്യനായ നാഭി അങ്ങയെപ്പോലെ യോഗ്യനായ ഒരു സന്താനത്തെ ലഭിക്കാനാണ് ഈ യജ്ഞം നടത്തുന്നത്. സ്വർഗാപവർഗങ്ങളെ പ്രദാനം ചെയ്യുവാൻ സമർത്ഥനും സാക്ഷാൽ ഈശ്വരനുമായ അങ്ങയോട് നിസ്സാരമായി ഈ അഭ്യർത്ഥന ചെയ്യുന്നത് ഒരു ദരിദ്രൻ കുബേരനെ സമീപിച്ച് അല്പം ചേറിക്കളഞ്ഞ് ആ നെല്ല് ചോദിക്കുന്നത് പോലെയാണ്. ആരാലും പരാജയപ്പെടുത്താൻ ഇതേവരെ കഴിഞ്ഞിട്ടില്ലാത്ത അങ്ങയുടെ മായയാൽ പരാജയപ്പെടുത്തപ്പെട്ടവർ അല്ലാത്തവർ ആരുണ്ട്? ആ മായയുടെ മാർഗം വ്യവസ്ഥാപിതമല്ല. മഹാന്മാരുടെ പാദങ്ങളെ ആശ്രയിക്കാത്ത ആരാണ് ആ മായയാൽ മറക്കപ്പെടാത്ത ആ ബുദ്ധിയോടും വിഷയങ്ങളാകുന്ന വിഷയങ്ങളുടെ വേഗതയാൽ മറക്കപ്പെടാത്ത പ്രകൃതിയോടും കൂടിയുള്ളത്? അല്ലയോ മഹത്തായ കാര്യങ്ങൾ നിർവഹിക്കുന്നവനെ, മന്ദബുദ്ധികളായ അടിയങ്ങൾ അങ്ങയെ കാര്യസാധ്യത്തിന് വേണ്ടിയാണ് വരുത്തിയത്. അത് അങ്ങയെ അവഹേളിക്കലാണ്. എങ്കിലും സമദൃഷ്ടിയോടെ എല്ലാം കാണുന്ന അങ്ങ് അല്പജ്ഞരായ ഞങ്ങളുടെ അതെല്ലാം ക്ഷമിച്ചരുളേണമേ. ഇപ്രകാരം വ്യക്തമാം വണ്ണം സ്തുതിക്കപ്പെട്ടവനും ദേവദേവനും ആയ ഭഗവാൻ ആ രാജ്യത്തിൻ്റെ ചക്രവർത്തിയായിരിക്കുന്ന നാഭിയാൽ നമിക്കപ്പെട്ട ചരണാരവിന്ദങ്ങളോട് കൂടിയവനായിട്ട് ദയാവായ്പോടെ ഇപ്രകാരം അരുളി ചെയ്തു. അല്ലയോ മഹർഷിവര്യന്മാരെ, ഇദ്ദേഹത്തിന് നമ്മോട് തുല്യനായ ഒരു പുത്രൻ വേണമെന്ന് ഭവാന്മാർ അഭ്യർത്ഥിച്ചുവല്ലോ. അപ്രകാരം ഒരു വരം അസുലഭമാകുന്നു. നമ്മോട് തുല്യം നാം മാത്രമേയുള്ളൂ എന്നിരിക്കലും ബ്രാഹ്മണരുടെ അഭിലാഷം വ്യർത്ഥം ആകാൻ പാടില്ല. കാരണം അവർ നമ്മുടെ മുഖമാണ്. നമ്മോട് തുല്യനായിട്ട് അന്യരാരും ഇല്ലായകയാൽ നാം തന്നെ
ആ അഗ്നിധ്രൻ്റെ പുത്രനായ ഇദ്ദേഹത്തിൻ്റെ പുത്രനായിട്ട് അവതരിക്കാം. ശ്രീശുകൻ പറയുന്നു, തൻ്റെ ഭർത്താവായ നാഭിയോട് ഇപ്രകാരം പറയുന്നത് മേരുദേവി കേട്ടുകൊണ്ടിരിക്കെ ആ ഭഗവാൻ അവിടെ അന്തർധാനം ചെയ്തു. പരീക്ഷത്തിനോട് ശ്രീശുകൻ അരുളി ചെയ്യുകയാണ്. ഭഗവാൻ ഋത്തിക്കുകളായ ആ മഹാബ്രാഹ്മണരുടെ അഭ്യർത്ഥനയിൽ പ്രസാദിച്ചു. നാഭിക്ക് പ്രിയത്തെ ചെയ്യുവാനും യഥാർത്ഥത്തിലുള്ള സന്യാസം എപ്രകാരമാണെന്ന് ലോകർക്ക് കാട്ടിക്കൊടുപ്പാനുമായിട്ടുള്ള ഉദ്ദേശത്തോടെ നാഭിയുടെ പുത്രനായിട്ട് മേരുദേവിയിൽ ഋഷഭനായിട്ട് അവതരിച്ചു. സന്യാസത്തിൻ്റെ മാഹാത്മ്യം കാട്ടിക്കൊടുക്കുന്നതാണ് ഈ അവതാര ലക്ഷ്യമെന്ന് ആ പ്രഥമസ്കന്ധത്തിൽ തന്നെ പറഞ്ഞു. നാഭിക്ക് അഭീഷ്ടത്തെ സാധിപ്പിക്കുക, സന്യാസധർമ്മങ്ങൾ എന്നത് കാണിച്ചു കൊടുക്കുക എന്നിങ്ങനെ 2 പ്രയോജനങ്ങൾ ഒരവതാരത്തിൽ അടങ്ങിയിരിക്കുന്നു. ഇത്രയും ആണ് ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ളത് അടുത്ത അധ്യായത്തിൽ അടുത്ത ദിവസം. ഹരേ കൃഷ്ണ.